കൂട്ടുകാർ രാവിലെ തന്നെ ഒരു ഗ്ലാസ് പാലും കുടിച്ച് അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുന്ന അപ്പവും മുട്ടക്കറിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഒരു ആപ്പിളും എടുത്ത് കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഒരു ബനാനയും കഴിച്ചു കേട്ടോ. ഫ്രൂട്ട്സ് ഒക്കെ ഇടയ്ക്ക് കഴിക്കുന്നത് നല്ലതല്ലേ. അത് കഴിഞ്ഞ് കുറച്ച് ഗ്രാപ്സും കൂടെ കഴിച്ചു. അത് ഞാനാണെങ്കിൽ അപ്പുറത്തെ വിളയിലാണ് പോയി കഴിച്ചത്. കാരണം എൻ്റെ അമ്പലത്തിൽ ഉത്സവം തുടങ്ങാൻ പോവുകയാണ്. അതിനുവേണ്ടി എല്ലാവരും കൂടെ വൃത്തിയായി കൊടുക്കണം. ഞാനും പമ്മും പോയി ഒന്നും നോക്കിയില്ല, കുറച്ച് തൂത്തുക കൊടുത്തു. ഞങ്ങളെ കൊണ്ടാകും വിധം ഹെൽപ്പ്. പിന്നെ അത് ഞാൻ തളർന്നു വന്നുകൊണ്ട് വീട്ടിൽ ഇരുന്ന ഒരു ബോഞ്ചിക്ക് എടുത്ത് കഴിച്ചു കേട്ടോ. ആക്ച്വലി നല്ല പുളിപ്പാണ്, ഒരു പുളി ടേസ്റ്റാണ്. പക്ഷേ എനിക്ക് കുറച്ച് ഷുഗറും കൂടെ ആഡ് ചെയ്തപ്പോൾ മുടിഞ്ഞ ടേസ്റ്റാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഇടയ്ക്ക് ഇതൊക്കെ കഴിക്കണമല്ലോ, നല്ല വില ഗിഫ്റ്റ്. പിന്നെ അത് ഞാൻ ഉച്ചയ്ക്ക് അമ്പലത്തിൽ നിന്നാണ് ഫുഡ് കഴിച്ചത്. അവിടെ പോയി നല്ല ചോറ് സാമ്പാർ, എനിക്ക് ചോറ് സാമ്പാറൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ പുളിശ്ശേരി പൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ എൻ്റെ ഫിയ ബേബി ഒറ്റയ്ക്കിരുന്ന് കഴിക്കാൻ തുടങ്ങി. എനിക്കെന്തോ കാണുമ്പോൾ ഭയങ്കര ക്യൂട്ടായി തോന്നി. അവൾ വലുതായി ഗിഫ്റ്റ്. പിന്നെ അത് കഴിഞ്ഞാണെങ്കിൽ ഉച്ചയ്ക്ക് വെച്ച് പൊരിച്ച മീനും ചോറും പിന്നെ കുറച്ച് മഴയും വൈബാണ് കേട്ടോ. പിന്നെ ഈവനിങ് ആയപ്പോൾ കല്യാണത്തിന് പോയി. അമ്മയുടെ ഫ്രണ്ടിൻ്റെ മോൻ്റെ കല്യാണമാണ്. ഇതാണ് വധുവും വരനും. ഹാപ്പി മാരീഡ് ലൈഫ്. അവിടെ പോയി മുടിഞ്ഞ ഫുഡായിരുന്നു കേട്ടോ. പത്തിരി ബറോട്ട എന്തൊക്കെയുണ്ട്. പിന്നെ ഈ ബിരിയാണി മുടിഞ്ഞ ടേസ്റ്റ് ആയിരുന്നു. അവിടുത്തെ ഷെഫ് ആരായാലും കൊള്ളാം. ജിമ്മിൽ പോയിട്ട് വന്ന് കുത്തി കയറ്റുന്നതാണ് കേട്ടോ. ജിമ്മിൽ പോകുന്നത് വെറുതെ എന്നാണ് തോന്നുന്നത്. പിന്നെ അവിടെ ആണെങ്കിൽ നല്ല വെറൈറ്റി ഐറ്റം തേയിലയൊക്കെ ഉണ്ടായിരുന്നു. എന്തോ ഐറ്റം സത്യം പറഞ്ഞാൽ ആ ചോറ് ബാക്കിയുള്ളൂന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ആ കുട്ടികൾ ആവും പോലെ ഉണ്ടാക്കി തന്നു. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഐഡോളാക്കിയിട്ട്. പിന്നെ അതിന് കുറച്ച് ഐസ്ക്രീം അതും കൂടെ കുത്തി കയറ്റി. ലാസ്റ്റായിട്ട് കുറച്ച് പോപ്കോൺ തിന്നു. അപ്പോൾ ഞാൻ കുറച്ച് കഴിച്ചുള്ളൂ. ബൈ.